Hi Danish. Hi, welcome to Gokulam Starter.tv. Thank you. It's a very special experience center that we have designed, Tata have designed for the customers. Okay. This let's go through the entire showroom. We'll have a walk around. Yeah. Exciting walk around. Here in this Tata.tv experience center, I think first I would request you to enjoy and experience our Blue Tokai coffee. This is a very special coffee that we offer out to all the guests. As we enjoy the coffee, we can also experience and see the demonstration how our cars can perform. സാധാരണ നമ്മൾ ഷോറൂമിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ മൊബൈൽ ഫോണൊക്കെ വെച്ച് കളിച്ചിരിക്കണം. അതിൻ്റെ ആവശ്യമില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടികളുടെ പെർഫോമൻസ് കാണാം, കാപ്പി കുടിക്കാം. നമ്മളിങ്ങനെ കാപ്പി കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആ സമയത്തിൽ വണ്ടികൾ എന്തൊക്കെ എത്രമാത്രം പവർഫുൾ പെർഫോമൻസ് ആണ്. അത് ഇത് പുതിയ കർവല്ലേ? ഇത് കർവിൻ്റെ ഒരു നോർമലി ഇങ്ങനെ ഒരു ലക്ഷറി കാർസിൽ ആൾക്കാരുടെ മനസ്സിലൊക്കെ ഓൺ റോഡ് പെർഫോമൻസ് ആയിരിക്കും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. എത്ര ബാഡ് റോഡ്സിലും ഇങ്ങനെ കാർസ് ആർ പെർഫോമിങ്, എസ്പെഷ്യലി ഈവൻ പല കസ്റ്റമേഴ്സ് ഇങ്ങനെ ഡൗട്ട് ഉണ്ട് ഇ വി അപ്പ് ഹിൽ കയറോ. കേരളത്തിൽ പല ടെറൈൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ അപ്പ് ഹിൽ കയറോ അല്ലെങ്കിൽ ഡൗൺ ഹിൽ എങ്ങനെയായിരിക്കും പെർഫോമൻസ് ഡാനിഷ്, സാധാരണ നമ്മളൊരു കാറിൻ്റെ ഷോറൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറേ കാറുകൾ ഇട്ടുണ്ടാവും. കാറുകൾ വിൽക്കുക എന്നുള്ളൊരു എയിമാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഹാർഡ്ലി കണ്ടത് ഒരു 2 3 4 വണ്ടികളാണ്. ഇതിൻ്റെ അപ്പിയറൻസ് തന്നെ, കളർ കോമ്പിനേഷൻ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വണ്ടി വിൽക്കുന്ന സ്ഥലം. ഇത് അങ്ങനെ ഒരു വണ്ടി വിൽക്കുന്ന ഒരു സ്ഥലമല്ല. കസ്റ്റമർക്ക് ഒരു എക്സ്ക്യൂസ് വരിക, വണ്ടി മേടിക്കുക, അങ്ങനെയല്ല. Tata.tv, we want to give all our customers a special experience. കസ്റ്റമർ ഈ EV എന്താണെന്നും EVയുടെ കോൺസെപ്റ്റ് എന്താണെന്നും കസ്റ്റമർ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വിൽക്കുന്നതിന് പകരം കസ്റ്റമർ ഇതിനെക്കുറിച്ച് ഫുൾ അവെയറായിട്ട് ഈ വണ്ടി കസ്റ്റമർ തന്നെ വളരെ പോസിറ്റീവായിട്ട് തീരുമാനമെടുക്കുകയാണ്. നമുക്ക് EV മതി എന്നുള്ളത്. ഒരു പെർട്ടിക്കുലർ EV എന്ന് പറയുന്ന ഒരു പുതിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഗോകുലം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എന്താ പറയുക, ഒരു ഫേമിനെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ദേ ഹാവ് ലോട്ട് ഓഫ് എൻറ്റിറ്റീസ് ഉണ്ട്, കുറേ ബിസിനസ്സുകളുണ്ട്. വൈ EV? എന്തുകൊണ്ടാണ് ഗോകുലം EVയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തത്? ആൻഡ് വാട്ട്സ് ദ റിലേഷൻ? വാട്ട് മേക്സ് ദാറ്റ് ഡിസിഷൻ? അവർ ചെയർമാൻ Gokulam Gopalan, അവർ മാനേജിംഗ് ഡയറക്ടർ ബൈജു ഗോപാലൻ, ഇവർ ഒരു മാനേജ്മെൻറ്റ് ഓഫ് ഗോകുലം ഒരു വളരെ ദേ ആർ ബിഗ് വിഷണറീസ്. അപ്പോൾ അവർക്ക് ദേ വാണ്ട് ടു സീ എഹെഡ് ഓഫ് ടൈംസ്. ഇപ്പോൾ ഗോകുലത്തിൻ്റെ വി ഹാവ് അറൗണ്ട് 80+ എൻ്റർപ്രൈസസ്. ഗോകുലം മോട്ടോഴ്സ് ഇസ് വൺ ഓഫ് ദം. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരു തോട്ട്സാണ് ഞങ്ങളുടെ ഗോകുലം മാനേജ്മെൻറ്റ്. എല്ലാവർക്കും എങ്ങനെ നമ്മുടെ കാറ് ഭംഗിയാക്കാം, അതൊരു വലിയൊരു കസ്റ്റമൈസേഷനാണ്. മൈ കാർ ഷുഡ് ബി യൂണീക്ക്. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ടാറ്റയുടെ എക്സ്ക്ലൂസീവ് EV ആക്സറീസാണ്. ആൻഡ് ഓൾസോ ഹാവ് എ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുന്ന ഒരു വാളുണ്ട്. wherein we invite customer videos. അപ്പോൾ we can play customer videos, customer testimonials, customers in their writings, we share it, their experience. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസാനത്തെ ഒരു പോയിന്റ് ഇവിടെയാണ്. കസ്റ്റമർ കം ഹിയർ, then delivery is fixed here. Customer drive out the car in happiness. ഇപ്പോൾ ഡാനിഷ്, നമ്മളിപ്പോൾ പെട്ടെന്ന് ടാറ്റ ടിഗോർ, ടിയാഗോ എന്നീ വെഹിക്കിൾസിലേക്കൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ടാറ്റയുടെ പല മെമ്മറീസും വരുന്ന ഡിസൈൻസ് ഇന്നും അവർ എലിമെൻസിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലേ? ലൈക്ക് ഇൻഡിഗോ. മാരുതി വന്ന കാലഘട്ടത്തിലായിരുന്നു, 800 വന്ന കാലഘട്ടത്തിലായിരുന്നു വലിയൊരു റെവല്യൂഷൻ. അത് കഴിഞ്ഞ് ഈ ഇൻഡിഗോ വന്ന സമയത്ത്
ഇന്ത്യയിലേക്ക് മാറി ഇൻഡിഗോനെ ഒരു കാറായി ചിത്രം വരച്ചിരുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? കുട്ടികളോട് ഒരു കാറിനെ വരയ്ക്കാൻ പറഞ്ഞാൽ ഇൻഡിഗോന്റെ ഷേപ്പുള്ള ഒരു ചിത്രമാണ് അവർ വരയ്ക്കുക. അതിന്നും ടാറ്റ നിലനിർത്തുന്നുണ്ട്. അതാണ് ടിയാഗോ ടിഗോറിലേക്ക് നമ്മൾ പല ആംഗിൾസിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ആ മെമ്മറി ഉണ്ട്. ഇതേപോലെ മെമ്മറിയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പ്രത്യേക യുണീക്ക് ഡിസൈൻസ് ടാറ്റ മാത്രം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഫേമസ് ആയിട്ടുള്ള വെഹിക്കിൾസ്. അപ്പോൾ ഇനി വരുന്ന ഡോട്ട് ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും. കാരണം റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ടാറ്റയുടെ സിയാറ ഉം. ഒരു കാലത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ആൾക്കാരെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് സിയാറയുടെ. കറക്റ്റ്. സിയാറ വരുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ഓട്ടോമൊബൈൽ എന്തൂസിയാസ്. അതുപോലെ തന്നെ ഹാരിയർ ഒരുപക്ഷെ നമുക്കറിയാം ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളൊരു എസ് യു വി ആണ്. അതെ അതെ. ഏറ്റവും സേഫസ്റ്റ് എസ് യു വി ആണ് നമ്മുടെ. അപ്പം ആ ഒരു പിന്നെ ഹാരിയറിലും നമ്മൾ ഈ വി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ സുമോനെ കുറിച്ചും ഒക്കെ പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ടാറ്റ ആക്ച്വലി ടാറ്റ ഈസ് കമ്മിറ്റഡ് ടു ഡെലിവർ ഇന്ത്യൻ കസ്റ്റമേഴ്സ് the safest car, the most reliable and economical car to Indian market. തീർച്ചയായിട്ടും ടാറ്റയിൽ നിന്ന് ഇത് ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഡീലേഴ്സും ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ്. സോഷ്യൽ മീഡിയ ഫുള്ള് അതിന് വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. സിയാറയുടെ പുതിയ രൂപം എങ്ങനെയായിരിക്കും മാസ് പ്രൊഡക്ഷനിൽ. അപ്പോൾ പ്രതീക്ഷയുണ്ട്. അതെ, അതേപോലത്തെ ഒരു യുണീക്ക് ആയിട്ടുള്ള പഴയ ടാറ്റ കൊണ്ടുവന്ന ഡിസൈനുകളെ ഇനി ഡോട്ട് ഇ വിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും. പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള ഈ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടികൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഇ വിയിൽ 5 സീറ്റേഴ്സ് വരെയല്ലേ ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളൂ. അതെ. അപ്പോൾ സിയറയിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു 7 സീറ്ററൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയിൽ 7 സീറ്റർ ആക്സെപ്റ്റഡ് ആണ് വളരെ കൂടുതൽ. തീർച്ചയായിട്ടും സിയാറയിൽ ആ ഒരു വേരിയന്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി 7 സീറ്റേഴ്സും ടാറ്റ കൊണ്ടുവരും എല്ലാ ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും. ഓട്ടോമൊബൈൽ മാർക്കറ്റ് പോകുന്നത്. ഇതൊക്കെ ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. അപ്പോൾ പഴയ വണ്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നു, ടാറ്റയുടെ ഓർമ്മകളെ നിലനിർത്തുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ പല ടെക്നോളജീസ് ഇ വി എന്ന് പറയുന്നതിൽ ടെക്നോളജി ഒന്ന് തന്നെയാണ്. ഒരു ബാറ്ററി സ്റ്റോറേജ്, ഒരു മോട്ടർ, വണ്ടി ഓടുന്നു. പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ടെക്നോളജി ആയാലും മോട്ടറിൻ്റെ ടെക്നോളജി ആയാലും, ലെറ്റ്സ് കം ടു ദ ബാറ്ററി. ഒരു വെഹിക്കിൾസിൻ്റെ പ്രൈസ് ഇന്ന് ഇ വിയുടെ പ്രൈസ് നിശ്ചയിക്കുന്നത് ബാറ്ററീസാണ് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ലിഥിയം അയൺ ടെക്നോളജി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനപ്പുറത്തുള്ള ടെക്നോളജികൾ വേൾഡ് വൈഡ് വന്നു കഴിഞ്ഞു. ഇത് ടാറ്റയുടെ സ്വന്തം ടെക്നോളജി എന്ന് അവകാശപ്പെടുന്നു, സർട്ടൻ പേരിട്ടുകൊണ്ട്. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ടാറ്റ ഇതിനെ അപ്സ്കെയിൽ ചെയ്യാനോ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാനോ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ടാറ്റ ആസ് എ ബ്രാൻഡ് ടാറ്റയുടെ ഒരു വിഷൻ തന്നെ ഇന്ത്യ ആസ് യു നോ ഇസ് എ ഡെവലപ്പിംഗ് കൺട്രി. ഇൻ എ ഡെവലപ്പിംഗ് കൺട്രി നമ്മൾ ടാറ്റ ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് എലിമെന്റ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലിമെന്റ് ആണ് എല്ലാവരിലും എത്തുന്ന ഒരു ടെക്നോളജി, എല്ലാവരാലും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ടെക്നോളജി. അതുപോലെ തന്നെ റിലയബിൾ ആയിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ് ഇസ് ദി എക്കോണമി. ഹൗ ഈസി can you get it service, how fast can you get it done. അപ്പോൾ അങ്ങനെ how economical will be the post sales service of a battery. എല്ലാ സ്ഥലത്തും ഇത് സർവീസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു കൺസേൺസ് വരികയാണെങ്കിൽ ക്വിക്കായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ളൊരു ടെക്നോളജിയിലേക്കും അങ്ങനെയുള്ളൊരു റിലയബിൾ ബാറ്ററിയിലേക്കും ആയിരിക്കും ടാറ്റയുടെ ഗോയിങ് അഹെഡ്. ഈവൻ നൗ നമുക്കറിയാം ടാറ്റയുടെ ബാറ്ററി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് എക്കണോമിക്കൽ ഇൻ ടേംസ് ഓഫ് മെയിൻ്റനൻസ്. ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ടാറ്റയുടെ ബാറ്ററീസ് ആണ്. അപ്പോൾ ഗോയിങ് അഹെഡ് ഇംപ്രൂവ്മെൻറ്റ് വിൽ ബി ആൻ ഓൺ ഗോയിങ് പ്രോസസ്. ടാറ്റ ബീയിങ് കമ്മിറ്റഡ് ടു ഇന്ത്യൻ കസ്റ്റമേഴ്സ്, ബീയിങ് an Indian company, going forward Tata is also looking forward for that. ഈ നാട് ഓടുന്നതിനനുസരിച്ച് ഇ വി റെവല്യൂഷൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ടാറ്റയുടേതായ ബാറ്ററീസ്, ന്യൂ ടെക്നോളജീസ് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ടാറ്റയുടെ ആ ഓരോ ദിവസവും വരുന്ന കാറുകളിൽ വരുന്ന വലിയ മാറ്റങ്ങൾ, അത് ഏറ്റവും കസ്റ്റമറാൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഫോക്കസ് വളരെ ഹൈ ആണ്.
ഇപ്പം നമ്മൾ ടാറ്റയിൽ നിന്ന് വന്ന ഇൻഡിക്ക അല്ലെങ്കിൽ ഇൻഡിക്കയിൽ നിന്ന് വന്ന് നമ്മൾ കർവ് വരെ എത്തി നിൽക്കുന്ന ഈ ഒരു ടെക്നോളജിക്കൽ Change. ചേഞ്ചിൽ ആ മുന്നേറ്റത്തിൽ ടാറ്റ ഈസ് ഓൾവേസ് ഇൻ ദ ബെസ്റ്റ് in delivering the finest technology at an economical and affordable price to customers. Going forward, എനിക്ക് തോന്നുന്നത് നോ ഡൗട്ട് ടാറ്റ ബീങ് എൻ ഇന്ത്യൻ ബ്രാൻഡ് ഏതൊരു ഇന്ത്യക്കാരൻ്റെ അഭിമാനമാണ് ടാറ്റ എന്ന ഒരു ലോഗോയും ആ ഒരു ബ്രാൻഡും. തീർച്ചയായിട്ടും ആ ഒരു ഇത് ഡെലിവർ ചെയ്യുന്നതിൽ ടാറ്റ മുൻപന്തിയിൽ തന്നെയായിരിക്കും. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിലും ഇ വിയുടെ റെവല്യൂഷൻ്റെ ഇന്ത്യൻ ഇ വി റെവല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ കഥം എന്ന് പറയുന്നത് പല വണ്ടികളും ഉണ്ടായിരുന്നെങ്കിലും ഒരു ഓൺ ഗ്രൗണ്ടിൽ ടാറ്റയാണ് നെക്സോണിലൂടെ ആദ്യം ഗ്രൗണ്ടിലേക്ക് വന്നത്. ഈ വന്ന സമയത്ത് ആരും മറ്റു ഹ്യൂജ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒന്നും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്തൊരു ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ടാറ്റ തന്നെയാണ് മെജോറിറ്റി ഇ വി മാർക്കറ്റ് അക്രോസ് ഇന്ത്യ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 75-80% ഓഫ് ഇ വി മാർക്കറ്റ് ഇൻ 4 wheelers ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാറ്റ തന്നെയാണ്. ആ സമയത്ത് വില കൂടിയ പല ഒ ഇ എംസും ലൈക്ക് പോർഷെ, BMW, മെർക്ക്, ഓൾ ദീസ് വെഹിക്കിൾസ് ലോഞ്ച് ദെയർ ഇ വിസ്. പക്ഷേ അതൊരു വേറെ വ്യത്യസ്ത ഒരു കോമൺ മാൻ കാറല്ല. പക്ഷേ അടുത്ത കണ്ട നമ്മളൊരു ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ പല കമ്പനികളും, അതായത് ഇപ്പോൾ MG എടുത്താലും അതേപോലത്തെ ഇപ്പോൾ 2 ദിവസം മുമ്പ് നടന്ന ഒരു ലോഞ്ച് ആയിട്ടുള്ള ഒരു മഹീന്ദ്ര ആണെങ്കിലും ഇവരെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റായിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള വെഹിക്കിൾസാണ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം 2024 അവസാനത്ത് നിലനിൽക്കുന്നു. ഇനിയിപ്പോൾ 2025 നമ്മൾ പോകുന്നു. അങ്ങനെ 25 കിടക്കുമ്പോൾ ഇതെല്ലാം ഒരു ടാറ്റയ്ക്ക് ഇ വിയുടെ സെഗ്മെൻറ്റ് സെയിലിൽ ഒരു വെല്ലുവിളിയാവാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മെജോറിറ്റി വരുന്ന കാർ ഓണേഴ്സിന് അല്ലെങ്കിൽ കാർ ഓൺ ചെയ്യാൻ ആസ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് 100% എത്തിപ്പിടിക്കാവുന്ന ഒരു ബഡ്ജറ്റാണ് 7.99 ഒരു ഇലക്ട്രിക് കാർ സ്വന്തമാക്കാന്നുള്ള ആ ഒരു ഡ്രീം. ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നതിൽ ടാറ്റ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സാധാരണക്കാരനും അല്ലെങ്കിൽ ആർക്കും ഈവൻ ഈ 7.99 എന്ന് പറയുന്ന പ്രൈസ് ബ്രാക്കറ്റിലും മോസ്റ്റ് സേഫസ്റ്റ് ആൻഡ് മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് എക്കണോമിക്കൽ കാറായിട്ടാണ് നമ്മുടെ ടാറ്റ കാറുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ 7.99 എന്ന് പറയുന്ന കാറിലും കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി, റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി, മാത്രമല്ല കസ്റ്റമേഴ്സിന് ഇന്ത്യയിൽ എവിടെയും സർവീസ് കിട്ടുന്ന ഒരു സംവിധാനം, 24 മണിക്കൂറും കസ്റ്റമറിന് ഇന്ത്യ റോട്ടിൽ എവിടെയാണെങ്കിലും ടാറ്റയുടെ സർവീസ്, റോഡ് സൈഡ് അസിസ്റ്റൻസ് ഓടിയെത്തുന്ന ആ ഒരു സംവിധാനങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഓട്ടോമൊബൈൽ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ വളരെ മുമ്പ് തന്നെ മുന്നിൽ കണ്ട ഒരു മാനുഫാക്ചറാണ് ടാറ്റ. അതുകൊണ്ടാണ് ഈ ഇ വി സെഗ്മെന്റിൽ ആദ്യമായിട്ട് അവർ കാലുവെച്ചത്. തീർച്ചയായിട്ടും ഇപ്പോൾ കർവിൽ വന്ന് നിൽക്കുമ്പോൾ ഈ കർവിൽ വന്നിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജികൾ നമ്മൾ കർവിൽ വന്നു. ഇനിയും വരാൻ പോകുന്ന വണ്ടികളിൽ അതിലും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരിക്കും ടാറ്റ വരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വാഹന നിർമ്മാതാവ് എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ടാറ്റയ്ക്ക് ഈ ഒരു വരാൻ പോകുന്ന ടെക്നോളജികളൊക്കെ മുന്നിൽ കാണാനും അല്ലെങ്കിൽ ആ ഒരു ഇത് കാണാനുള്ള കഴിവുണ്ടെന്ന് പാസ്റ്റിൽ നമ്മൾ തെളിയിച്ചതാണ്. തീർച്ചയായിട്ടും ഇനി വരുന്ന വണ്ടികളിൽ അതിലും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ വണ്ടികളിലുള്ള ഓരോ ഫീച്ചറുകളും അല്ലെങ്കിൽ ഓരോ രസകരമായ ഓരോ കാര്യങ്ങളും നമുക്ക് നിത്യ ഉപയോഗത്തിന് ഉതകുന്ന ഫീച്ചറുകളാണ് ഏറ്റവും കൂടുതൽ ടാറ്റ അവരുടെ കാറുകളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ടാറ്റയുടെ കാറിൽ എല്ലാത്തിലും കസ്റ്റമർ ഡെയിലി യൂസിനുള്ള ഫീച്ചേഴ്സാണ് ഉള്ളത്. ഒരു സ്പെഷ്യൽ ഫീച്ചർ നമ്മൾ കൊണ്ടുവന്നിട്ട് കസ്റ്റമർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരമില്ലെങ്കിൽ ഈ അനാവശ്യമായ ഫീച്ചറുകൾക്ക് കസ്റ്റമർ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരികയാണ്. അപ്പം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന് ഉപയോഗിക്കാത്ത ഫീച്ചറിന് കാശ് കൊടുക്കാനുള്ള സാമ്പത്തിക സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു കസ്റ്റമർ ചെറിയൊരു 1-2 കസ്റ്റമർ കുറെ ഫാൻസി ഫീച്ചറിന് പോകുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ബുദ്ധിയുള്ള കസ്റ്റമേഴ്സ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്
അവർ പേ ചെയ്യുന്ന പ്രൈസിന് അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫീച്ചറാണ് അവർ നോക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ടാറ്റ കാറുകൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന, ഉപയോഗിക്കുന്ന, ഇഷ്ടപ്പെടുന്ന സേഫ് കാറായിട്ട് തന്നെയാണ് നിലനിൽക്കും. അപ്പോൾ ഇൻ ഷോർട്ടിൽ ഡാനിഷ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെ ഈ യുഗത്തിലേക്ക് ഏതൊക്കെ ഒയ്യം കാറുകൾ കൊണ്ടുവന്നാലും അതെ, ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡ് അവിടെ എന്നും ശക്തമായി തന്നെ നിലനിൽക്കുമെന്ന്. ഇന്ത്യക്കാരന്റെ മനസ്സിൽ എന്നും ഇവിടെ സ്ഥാനം കൊള്ളുന്നതായിരിക്കും ടാറ്റ എന്ന ബ്രാൻഡും ടാറ്റ എന്ന കാറും. ഇപ്പോൾ ഡാനിഷ് പറഞ്ഞ പോലെ കൂടുതൽ ടെക്നോളജി ഹാസ് ടു ചേഞ്ച്. ടെക്നോളജി ടാറ്റയും ഒരുമിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനും ഉപരി ഫീച്ചേഴ്സുകൾ കൊണ്ടുവന്ന് ഇൻവൈറ്റിംഗ് മോർ ട്രബിൾസ് എന്നുള്ളൊരു തോട്ട് ടാറ്റയ്ക്കില്ല. ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ കഴിയുന്ന ഫീച്ചേഴ്സ് ടാറ്റ കൊണ്ടുവരുന്നു. അത് ജനങ്ങൾക്ക് എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുന്നു. അതിന് സർവീസ് കൊടുക്കുന്നു. ഇതാണ് ടാറ്റയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. തീർച്ചയായും. ഞങ്ങളുടെ അതായത് ഗോയിസിയുടെ ഒരു ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊരു ചാർജ് പോയിന്റ് ഓപ്പറേറ്ററാണ്. ഞങ്ങൾക്ക് ഇന്ത്യ മൊത്തം ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഇതിൽ 50% കൂടുതൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ടാറ്റയുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. അപ്പോൾ ടാറ്റ ഇനിയും കൂടുതൽ EVകൾ കൊണ്ടുവരട്ടെ. അവർ ഞങ്ങളുടെ ചാർജിങ് സ്റ്റേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ടാറ്റയുടെ കസ്റ്റമേഴ്സ് ഇനിയും കൂടട്ടെ എന്ന് തന്നെയാണ് ഗോയിസിക്ക് എന്നും പ്രാർത്ഥിക്കാനുള്ളത്. സോ all the best for Tata and Gokulam for giving us this opportunity to experience the .EV center, the biggest .EV center in Kerala. And thanks, Danish. താങ്ക് യു ഗോയിസി. ഇപ്പോൾ ഗോയിസിയുടെ 50% കസ്റ്റമേഴ്സ് ടാറ്റ ആണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാറ്റ കസ്റ്റമേഴ്സ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. അതുകൊണ്ടാണ് ദേ ഹാവ് ബോട്ട് ടാറ്റ. സെക്കൻഡ്, അത് വളരെ ഗോയിസിയുടെ ചാർജിങ് ഫെസിലിറ്റീസും അതുപോലെ ചാർജിങ് സ്റ്റേഷൻസും അത്രയ്ക്ക് സ്പ്രെഡ് ഉള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും അവിടെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്നത്. മാത്രമല്ല ഏതൊരു കസ്റ്റമർക്കും സീംലെസ് ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡർ ആയിരിക്കും ഗോയിസി. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ്. തീർച്ചയായിട്ടും ടാറ്റ ആൻഡ് ഗോയിസി go ahead of times and deliver the best service to all our customers. Thank you and all the best, Goisi.